കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് ഒരവസരം തന്നല്ലോ. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ദൈവവചന പഠനത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനായി, ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവും കൂട്ടായ്മയും അറിയിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളിൽ പലരും ദൈവവചനത്തെ ഉള്ള അറിവിൽ അല്ലെങ്കിൽ ബോധ്യങ്ങളിൽ എന്നേക്കാൾ വളരെ ആഴവും പരപ്പും ഉള്ളവരൊക്കെ ഇതിൻ്റെ നടുവിലുണ്ട്. എങ്കിലും നിങ്ങളുടെ നടുവിൽ നിന്ന് ദൈവവചനം പറയാൻ ദൈവം എനിക്ക് ഒരവസരം തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരോടുമുള്ളതായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ പഠനം പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 1-ാമത്തെ അധ്യായം പഠിച്ച് നിർത്താനായിട്ടിടയായി തീർന്നു. ഇന്ന് നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതൊരു ചരിത്രമാണ് 1-2 അധ്യായങ്ങളിൽ പൗലോസ് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ യൂണിറ്റി ഓഫ് ദ ഗോസ്പൽ. ഈ സുവിശേഷം ആര് പ്രസംഗിച്ചാലും അത് ഒരുപോലെ ആയിരിക്കണം. അത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഗലാത്യയിലെ സഭയിൽ സംഭവിച്ചൊരു വലിയ പ്രശ്നം, അവിടെ വേറൊരു സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു രീതിയിൽ അവതരിപ്പിച്ചാൽ, അല്ലെങ്കിൽ വേറൊരു സുവിശേഷം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അത് പത്രോസ് പ്രസംഗിച്ചാലും, പൗലോസ് പ്രസംഗിച്ചാലും, ബേസിൽ ജോർജ് പ്രസംഗിച്ചാലും, ഫിലിപ്പോസാർ പ്രസംഗിച്ചാലും ഒക്കെ ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഊന്നൽ നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ദ യൂണിറ്റി ഓഫ് ദ ഗോസ്പൽ. ഈ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തോലന്മാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഗലാത്യ ലേഖനത്തിന്റെ ഒരു ഡിവിഷൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവർക്ക് വേണ്ടി ഒന്ന് ഔട്ട്ലൈൻ പറയുകയാണ്. 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 2-ാം അധ്യായത്തിന്റെ 21 വരെയുള്ള വാക്യങ്ങൾ ഒരു ചരിത്രത്തെ നരേറ്റ് ചെയ്യുക, ഒരു നരേഷനാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ മാനസാന്തരത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിന്റെ രൂപാന്തരത്തെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു നരേഷൻ അപ്പോസ്തലൻ ഇവിടെ കൊണ്ടുവരികയാണ്. പക്ഷെ ആ നരേഷൻ ഒരു കഥ പറയാൻ വേണ്ടി അല്ല അപ്പോസ്തലൻ ഇവിടെ കൊണ്ടുവന്നത്. ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചരിത്രം പറയുന്നത്. നമുക്ക് കുറെ ചരിത്ര അവബോധം ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ആ ചരിത്രാവബോധത്തിൽ നിന്ന് സത്യസുവിശേഷത്തിന്റെ നിർമ്മലത ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. ഞാനിപ്പോ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു കഥ പറയാൻ വേണ്ടിയല്ല പൗലോസ് കഥ പറഞ്ഞത്. എന്നാൽ ആ കഥയിലൂടെ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ വിവരിക്കുന്നതിലൂടെ, തന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ പറയുന്നതിലൂടെ സുവിശേഷത്തെ, കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷ എന്ന സുവിശേഷത്തെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുവാനാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. കാരണം കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഗലാത്യയിലെ സഭയിൽ പറഞ്ഞു, കൃപയാൽ വിശ്വാസം മൂലം മാത്രമല്ല, പ്ലസ് എന്തും കൂടെ വേണം, പരിച്ഛേദന കൂടെ വേണം. നിങ്ങൾ സർക്കംസിഷൻ സ്വീകരിക്കണം. ഒരു മതപരമായ ഒരു ആചാരം കൂടെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വേറൊരു സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അങ്ങനെയല്ല, കൃപയാൽ വിശ്വാസം മൂലം മാത്രമാണ് രക്ഷ, അതുമാത്രമാണ് സത്യസുവിശേഷം എന്നത് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് പൗലോസ് ഈ ചരിത്രമൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. ഇനി 3-4 അധ്യായങ്ങൾ ഇതിന്റെ പുറകിലുള്ള ഒരു ദൈവശാസ്ത്രമാണ്, തിയോളജിയാണ്. 5-6 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അതിന്റെ എത്തിക്സ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മൾ അവിടേക്കൊക്കെ പിന്നീട് പോകുമല്ലോ.
ഈ ചരിത്രത്തെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 24 വരെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 11-ാമത്തെ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു 11-ാം വാക്യത്തിൽ പറയുന്നത്? ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം മാനുഷമല്ല, പിന്നെന്താണ്? ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടാണ്. ഞാൻ മനുഷ്യരോട് പഠിച്ചതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ കുതിരപ്പുറത്തുനിന്ന് വീട് കഴിഞ്ഞപ്പോൾ അനന്യാസ് വിളിച്ച് എന്നെ നേരെ യെരുശലേമിൽ കൊണ്ടുപോയി പത്രോസിന്റെ കാൽച്ചുവട്ടിൽ ഇരുത്തി എന്നെ പഠിപ്പിച്ചതല്ല ഈ സത്യസുവിശേഷം. ഞാൻ യെരുശലേമിൽ അങ്ങനെ അധികം ദിവസമൊന്നും പോയി താമസിച്ചിട്ടില്ല. അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കേവലം 10-15 ദിവസത്തെ ഒരു പരിചയം മാത്രമേ പത്രോസുമായിട്ടുള്ളൂ. യെരുശലേമിലെ സഭയ്ക്ക് എന്നെ അറിഞ്ഞുകൂടാ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൗലോസ് അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്തിനാ അത് പറഞ്ഞത്? ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം മനുഷ്യരിൽ നിന്ന് എനിക്ക് കിട്ടിയതല്ല. ഇൻഡിപെൻഡൻസ് ഫ്രം അതർ അപ്പോസ്റ്റൽസ്. മറ്റ് അപ്പോസ്തോലന്മാരിൽ നിന്ന്, അവരിൽ നിന്ന് കേട്ടുപഠിച്ചതല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ് ഈ സുവിശേഷം എന്ന് പറയാനാണ് 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ വിവരിച്ചത്. മനസ്സിലായോ? ഇത് കഥ പറയുന്നതിന്റെ പുറകിലുള്ള കാര്യം. അതായത് ഇത് മാനുഷികമായൊരു സുവിശേഷമല്ല. സത്യസുവിശേഷം ദൈവിക വെളിപ്പാടിനാൽ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാൻ ശ്രമിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഇന്റർ ഡിപ്പെൻഡൻസ് വിത്ത് അതർ അപ്പോസ്റ്റൽസ്. ഞാൻ മറ്റ് മനുഷ്യരിൽ നിന്ന്, അപ്പോസ്തോലന്മാരിൽ നിന്ന് പഠിച്ചതല്ല എന്ന് പറയുന്ന പൗലോസ് ഇവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു കരട് രേഖ ഉണ്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതല്ല. ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെളിപ്പെടുത്തി തന്നത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എനിക്കും യേശുവിന്റെ കൂടെ നടന്ന പത്രോസിനും വെളിപ്പെടുത്തപ്പെട്ടത് ഒരേ സുവിശേഷമാണ്. ഇത് പറയാനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ വേദഭാഗത്തിന്റെ ചരിത്രം എഴുതിയത്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് വിത്ത് അതർ അപ്പോസ്റ്റൽസ്. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് പ്രസംഗിച്ചതും യേശുവിന്റെ കൂടെ നടക്കാതെ പിന്നീട് മാനസാന്തരപ്പെട്ട പത്രോസ് പ്രസംഗിച്ചതും ഒരേ സുവിശേഷമാണെന്നുള്ളത് വേരിഫൈ ചെയ്യപ്പെടുന്ന ഒരിടമാണ് ഇന്നത്തെ ചരിത്ര വേദഭാഗം. Although he was not dependent on anyone but God for his message and ministry, he preached the same gospel that the other apostles did. മറ്റ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതേ സുവിശേഷമാണ് ആരും പ്രസംഗിച്ചത്? പൗലോസും പ്രസംഗിച്ചു. അത് പറയാനാണ് ഈ ചരിത്രം വിവരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എന്തിനാ പറഞ്ഞിരിക്കുന്നത്? ആ ചരിത്രം പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ സുവിശേഷത്തിൽ നിന്നും ഒരപ്പോസ്തോലൻ അല്പം വ്യതിചലിച്ചു. ഉടനെ പൗലോസ് എന്ത് ചെയ്തെന്നറിയാവോ? കറക്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവിടെ പത്രോസിനെ കുറിച്ച കേഫാവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കേഫാവിനെ കറക്റ്റ് ചെയ്തു. ഞാൻ മുഖാമുഖമായി അവനെ നേരിട്ടു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസ് സുവിശേഷത്തിൽ ഒരല്പം വെള്ളം ചേർത്തിയ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അവനെ ചോദ്യം ചെയ്തു. കാരണം എന്താ? നമ്മളെല്ലാം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്യോന്യം കൗണ്ടർ ചെയ്യുക, അല്ലേ? എൻകൗണ്ടർ ചെയ്യുക. കാരണം എന്നാ? അത് നിങ്ങൾ പറഞ്ഞപ്പോൾ മാറ്റിയാണല്ലോ പറഞ്ഞത്. ഒറ്റ സുവിശേഷമാണ് പ്രസംഗിച്ചത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരി എന്നായിരുന്നോ അവിടുത്തെ വിഷയം? നിങ്ങൾ അത് പത്രോസിന്റെ സുവിശേഷം, ഇത് പൗലോസിന്റെ സുവിശേഷം. അങ്ങനെ 2 സുവിശേഷം ഉണ്ടെങ്കിൽ പൗലോസിന് പത്രോസിനെ തിരുത്താൻ പറ്റുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചരിത്രം പറയുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ കിളി പോയോ? ഇല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് എത്ര അറിയാവുന്നതാണ്. പിന്നെ ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യം ആ വേദഭാഗം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം
2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനൻ എങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. 6-ാം വാക്യം. പ്രമാണികളായവരോ, അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ഈ വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനം. ഞാൻ പറഞ്ഞതുപോലെ ആ ഇന്റർഡിപ്പെൻഡൻസ്, അപ്പോസ്തോലന്മാരെല്ലാവരും പ്രസംഗിച്ചത് ഒരേ സുവിശേഷമാണെന്ന് എങ്ങനെയാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്. ഈ വാക്യം വാസ്തവത്തിൽ ആ യെരുശലേമിലേക്ക് പോയതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സംഭവത്തെ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. എന്താണ് ഇവിടെ ഈ വെളിപ്പാട്? എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഈ മാനസാന്തരപ്പെട്ടതിന് ശേഷം പൗലോസ് എത്ര പ്രാവശ്യം യെരുശലേമിൽ പോയിട്ടുണ്ട്? 5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനത് ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഈ വെളിപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ, യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാര് ചിലര് അന്ത്യോക്യയിൽ വന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പൗലോസും ബർന്നബാസും ഒക്കെ അന്ത്യോക്യയിലാണ്. അങ്ങനെ അന്ത്യോക്യയില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യെരുശലേമിൽ നിന്ന് ചില പ്രവാചകന്മാർ അന്ത്യോക്യയിൽ വന്നു. ആ കൂട്ടത്തിലുള്ള ഒരു പ്രവാചകനായിരുന്നു അഗബോസ്. ഈ അഗബോസ് എഴുന്നേറ്റൊരു പ്രവചനം നടത്തി. എന്താ പ്രവചനം എന്നറിയാമോ? ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. ഇങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് അന്ത്യോക്യയിലുള്ള ഈ ദൈവമക്കൾ അവരെങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ 29-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ യഹൂദ്യയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവരത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. ഇതാണ് ഈ യെരുശലേമിൽ പോകാൻ ഇടയായ പശ്ചാത്തലം. എന്താണ് അപ്പൊ അവിടെ പറയുന്ന വെളിപ്പാട്? ഈ ലോകത്ത് മുഴുവൻ ഒരു ക്ഷാമം ഉണ്ടാകുമെന്നുള്ള അഗബോസിന്റെ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്ത്യോക്യയിലുള്ള വിശ്വാസികൾ ഒരു കളക്ഷൻ നടത്തി, ഒരു പിരിവ് നടത്തി. എന്നിട്ട് ഈ പിരിവ് യെരുശലേമിലേക്ക് കൊടുത്തയക്കുകയാണ്. അത് കൊടുത്തയക്കാൻ തെരഞ്ഞെടുത്തത് ബർന്നബാസിനെയും ശൗലിനെയും എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ എഴുതിയത്. എന്നാൽ നമ്മൾ ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു പേര് കൂടെ വന്നിട്ടുണ്ട്. ആരാ? തീത്തോസ്. പൗലോസ് എഴുതിയപ്പോൾ തീത്തോസിനെ കൂടി അവിടെ ഉൾപ്പെടുത്തി. ലൂക്കോസ് എഴുതിയപ്പോൾ എന്ത് ചെയ്തില്ല?
അന്നേരം തീത്തോസിന്റെ പേര് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് നടത്തിയ, തന്റെ മാനസാന്തരത്തിന് ശേഷം നടത്തിയ രണ്ടാമത്തെ യാത്രയാണ്. അതിന്റെ പശ്ചാത്തലമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 11:27 മുതൽ 30 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഞാൻ 5 വിസിറ്റുകൾ ഒന്ന് പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിസിറ്റാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് പൗലോസ് യെരുശലേമിലേക്ക് തന്റെ മാനസാന്തരത്തിന് ശേഷം ആദ്യമായിട്ട് പോയ ഒരനുഭവമാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു 15 ദിവസം യെരുശലേമിൽ താമസിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അധികം ദിവസമൊന്നും സ്പെൻഡ് ചെയ്തില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ പോയി. അതാണ് ഒന്നാമത്തെ വിസിറ്റ്. രണ്ടാമത്തെ വിസിറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതിന് ദ ഫാമിൻ വിസിറ്റ് എന്ന ക്ഷാമകാലത്തെ സന്ദർശനം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് യെരുശലേം കൗൺസിലാണ്. ഈ ഗലാത്യ ലേഖനത്തിലെ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി യെരുശലേമിൽ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി. തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ ചില ആളുകളെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? യെരുശലേമിലേക്ക് പോയിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ വിസിറ്റ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാലാമത്തെ സന്ദർശനം ഏതാണ്? നാലാമത്തെ സന്ദർശനം തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ അവസാനം. പൗലോസിന്റെ ഒരു പ്രത്യേകതയാണ്, ഓരോ മിഷണറി യാത്ര കഴിയുമ്പോഴും യെരുശലേമിൽ പോകും. ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 1-ാം മിഷണറി യാത്രയ്ക്ക് ശേഷം എവിടെ പോയി? യെരുശലേമിൽ പോയതാണ്. കാരണം താൻ പോയ വഴിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന നമുക്ക് അവിടെ കാണാൻ പറ്റും. രണ്ടാമത് 18-ാമത്തെ അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ കാണുന്നത് 2-ാം മിഷണറി യാത്രയ്ക്ക് ശേഷമുള്ള സന്ദർശനമാണ്. അത് 4-ാമത്തെ സന്ദർശനമാണ്. 5-ാമത്തെ സന്ദർശനം പൗലോസ് പിടിയിലാകുന്ന അല്ലെങ്കിൽ ജയിലിലാകുന്ന സന്ദർശനമാണ്, അവസാനത്തെ സന്ദർശനം. 3-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം അദ്ദേഹം യെരുശലേമിൽ പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് കൈസറുടെ തടങ്കലിലായി തീരുന്നത്. അപ്പോൾ ഇതാണ് പൗലോസിന്റെ 5 യെരുശലേം സന്ദർശനം. എപ്പോൾ? തൻ്റെ മാനസാന്തരത്തിന് ശേഷം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും പൗലോസ് അങ്ങനെ യെരുശലേമിൽ സ്ഥിരം സന്ദർശകനല്ല, വല്ലപ്പോഴും ഒന്ന് പോയി വരുന്ന ഒരാളായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്രോസ് പ്രസംഗിച്ചാലും പൗലോസ് പ്രസംഗിച്ചാലും ഒരേ സുവിശേഷം പ്രസംഗിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ നിലയിലാണ് 4 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് പോൾസ് മെസ്സേജ്. പൗലോസ് തന്റെ സന്ദേശത്തെ പത്രോസ് പ്രസംഗിച്ച അതേ സുവിശേഷമാണെന്ന് എങ്ങനെയാണ് വെരിഫൈ ചെയ്തത്, എങ്ങനെയാണ് ഉറപ്പിച്ചത്? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 4 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് പോൾസ് മെസ്സേജ്. ഇത് എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലാട്ടോ ഞാൻ ആ ഹെഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാൻ എൻ്റെതായ നിലയിൽ അതിനൊന്ന് പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 4 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് പോൾസ് മെസ്സേജ്. 4 പടികളിലൂടെ അപ്പോസ്തലനായ പൗലോസ് താൻ പ്രസംഗിച്ച സുവിശേഷം തന്നെയാണ് യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ പ്രസംഗിച്ചതെന്ന് ഉറപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 സ്റ്റെപ്പുകൾ? 1, പ്രസന്റേഷൻ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. 1-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഇവിടെ എപ്പോഴാണ് ഇത് പോയതെന്നുള്ളത് വളരെ റെലവൻ്റ് ആണ്. 14 വർഷം പ്രസംഗിച്ച് നടന്നതിന് ശേഷമാണ് പൗലോസ് യെരുശലേമിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ
14 വർഷം എവിടെയൊക്കെ പോയി പ്രസംഗിച്ച് കാണും അല്ലേ. യൂട്യൂബിൽ വന്നു, ഇന്നത്തെ ഭാഷയാണ്. യൂട്യൂബിൽ വന്നു, സൂര്യ TV പ്രസംഗിച്ചു, പവർ വിഷനിലും പ്രസംഗിച്ചു, ഹാർവസ്റ്റ് TVയിലും, ഒരു ദുബായിൽ ഒരു സന്ദർശന വിസയിൽ പോയി അവിടെ 1 മാസം പ്രസംഗിച്ചങ്ങ് വന്നേച്ച് പൗലോസ് ഒന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടി പോവുക. ഇത്രയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതാണോ എന്ന് നമ്മൾ വേരിഫൈ ചെയ്യൂ? എനിക്കിത് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് പഠിച്ചപ്പോഴല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ധ്യാനം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. ഞാൻ ഈ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷമാകാറായി കേട്ടോ. പൗലോസ് 14 വർഷമായിട്ട്. 2 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വിചാരം നമ്മളങ്ങ് കൊമ്പത്തെ ഉപദേശിക്കാണ്. പിന്നെ നമ്മളെ തിരുത്താനോ നമ്മൾ പറയണത് ശരിയാണോ എന്ന് ഒന്നുകൂടി ഒന്ന് പഠിക്കാനോ പലപ്പോഴും നമുക്കൊന്നും മനസ്സില്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലനെ എനിക്ക് ഇഷ്ടം, ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ചലഞ്ച് ചെയ്തൊരു കാര്യം ഇതാണ്. നമ്മൾ എത്ര പ്രസംഗിച്ചാലും, എത്ര ബൈബിൾ ക്ലാസ് എടുത്താലും, എത്ര ശുശ്രൂഷ ചെയ്തവരാണേലും സ്വയം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്തോണം, ഒന്ന് പരിശോധിക്കണമെന്നേ. ഞാൻ ഒരു കുറച്ചങ്ങ് കഴിയുമ്പോൾ പിന്നെ ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, ബാക്കി ഉപദേശിമാരെല്ലാം തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വേദഭാഗമാണെന്നാണ് എൻ്റെ വിചാരം. പോട്ടെ. അപ്പോൾ 14 വർഷം അപ്പോസ്തലൻ പ്രസംഗിച്ചു. അപ്പോൾ ഈ 2ാമത്തെ സന്ദർശനം യെരുശലേമിലേക്ക് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് യെരുശലേമിലേക്ക് പോയത്? അതിൻ്റെ നമ്മൾ ആദ്യമേ കണ്ടു, യെരുശലേമിലുള്ള ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോസ്തല പ്രവൃത്തി 11:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് മനസ്സിലാക്കി. 2ാമതൊരു ഉദ്ദേശമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. എന്താണ്? 2ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. പൗലോസ് പറയും, ഞാൻ ഒത്തിരി ഓടി, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ഓട്ടം എന്ത് ചെയ്യരുത്? വേസ്റ്റ് ആയി പോകരുത്. എൻ്റെ ഈഗോയെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് വേസ്റ്റ് ആകും. എനിക്ക് വെളിപ്പാടിനാൽ ലഭിച്ച സുവിശേഷമാണ്, പക്ഷേ അത് തന്നെയല്ലേ മറ്റുള്ളവരും പ്രസംഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ യെരുശലേമിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ അംഗീകാരം കിട്ടുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ മറ്റ് ദൈവദാസന്മാരോടുള്ള നമ്മുടെ മനോഭാവം, നമ്മൾ ഒരിക്കലും ഒരു ഒറ്റയാൻ പ്രസംഗകനായിട്ട് നടക്കരുത്. ചിലർ അങ്ങനത്തെ പ്രസംഗകരൊക്കെ ഉണ്ടല്ലേ, ഒറ്റയാനാണ്. ഞാൻ ഇങ്ങനെ പോകുള്ളൂ, നിങ്ങളാരും അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നല്ലതാ കാണാത്തത്. ചില ആളുകൾ അങ്ങനെയാണ്. അവർ ചിലപ്പോൾ പറഞ്ഞു കളയും, യേശുവിനെ ക്രൂശിച്ചത് ചൊവ്വാഴ്ചയാണ്. എന്താ തെളിവ്? ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതാ. പക്ഷെ ബൈബിളിൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. പക്ഷേ അത് നിങ്ങൾക്കറിയില്ലെന്നേ ഉള്ളൂ, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതാ. ഇതൊന്ന് വെരിഫൈ ചെയ്യാനോ ഒന്നുകൂടി ഒന്നിരുന്ന് പഠിക്കാനോ പോലും മെനക്കെടാത്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഈ ദൈവവചനമാണ്. ഇതിനകത്ത് നിന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരങ്ങളായ ദൈവദാസന്മാർ, ചിലർക്കൊരു പ്രത്യേകത എന്നാണെന്നറിയാവോ? നമുക്കൊക്കെ കുഴപ്പമുണ്ട്, എന്നും പുതിയ ആലോചന കേൾക്കണം നമുക്കല്ല, അല്ലേ? ഈ പുതിയ ആലോചന കേൾക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ പ്രസംഗിക്കുന്നവർക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്, എന്നും എന്തെങ്കിലും പുതിയത് പറയണം. അപ്പൊ ഈ പുതിയത് പറയാൻ വേണ്ടി ബൈബിളിന്റെ പുറത്തേക്കൊക്കെ പോയി കളയും. ചിലപ്പോൾ ബൈബിളിന്റെ പുറത്തേക്കൊക്കെ പോയി മനസ്സിൽ തോന്നിയതും എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ് സ്യൂഡോ സയൻസ് ഒക്കെ പ്രസംഗിച്ച് ഇത് ഇന്നു വരെ കേട്ടിട്ടില്ല എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. കാര്യം പുതിയതാ, പക്ഷെ എന്തല്ല, ദൈവവചനമല്ല. നമ്മൾ എന്തിനാ ഈ പുൾപിറ്റ്? ഇത് ദൈവവചനം പ്രസംഗിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശ്രമിച്ചൊരു കാര്യം, എന്തിനാ യെരുശലേമിലേക്ക് പോയി ഇത്രയും ത്യാഗം സഹിച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ ആ ഈഗോ ഇല്ലാത്ത ഒരു ഹൃദയം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ പലപ്പോഴും നമുക്ക് ഭയങ്കര അഹങ്കാരി, ഇന്ന് തന്നെ നമ്മൾ അങ്ങനെ ഒരു വാക്യം കാണും, ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തൊരു വിനയമുള്ള മനുഷ്യൻ,
ദൈവത്തിന് സ്തോത്രം. പൗലോസ് താൻ വിശ്വസിക്കുന്ന സുവിശേഷത്തെ അവിടെ പ്രസന്റ് ചെയ്യുകയാണ്. പൗലോസിന്റെ അവിടെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ആ വാക്ക് ഡബിൾ ഇൻവേർട്ടഡ് കോമയാണ് കേട്ടോ. ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഞാൻ ജാതികളുടെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ പ്രസംഗിക്കുന്ന ആ മെസ്സേജ് ഉണ്ടല്ലോ, എന്റെ പ്രസംഗം ഇതാ ബ്രദറെ, ഇത് ശരിയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യണേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ പ്രസംഗിക്കാൻ പഠിക്കുന്ന ഒരു സ്ഥലമല്ല. ഞാൻ ഈ പ്രസംഗിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഒരു സ്ഥലത്ത് ഒരു കൂട്ടായ്മയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് അവിടെ പ്രസംഗിക്കാനൊക്കെ ഇടയ്ക്ക് അവസരം തരും. അപ്പം എന്നേക്കാൾ 2 വയസ്സിന് മൂപ്പുള്ളൊരു ഉപദേശിയാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഉച്ചയ്ക്ക് ചോറിനാൻ പോകും. ഒരു ഹോട്ടലിൽ പോയി ചോറുണ്ട് വെച്ച് 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് പക്കാവടയും മേടിച്ച് വെച്ച് ഈ ഹോളിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് ഈ പക്കാവട തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് അന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ കുഴപ്പം മുഴുവൻ ഇദ്ദേഹം എഴുതി തരും, നോട്ട് ചെയ്യും, പറഞ്ഞു തരും. ഞാനിതെല്ലാം നോട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എന്നോട് പറയും 60 പേരുണ്ടെന്ന് ഓർത്ത് ഒന്നോടെ പ്രസംഗിക്കാൻ പറയും. ഞാൻ പിന്നെയും കയറി നിൽക്കും. അദ്ദേഹം മാത്രമേ ഉള്ളൂ, പക്ഷെ 60 പേര് കേൾക്കുന്ന പോലെ ഞാൻ പിന്നെയും പ്രസംഗിക്കും. എന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത ചില സ്നേഹമുള്ള ദേവദാസന്മാരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ പാമ്പാടിയില്ല. ഓക്കെ, അപ്പൊ ഈ പ്രസംഗിച്ച സാധനം പിന്നെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇത് തന്നെ ഇത് കറക്റ്റ് ആണോ? ഞാൻ എൻ്റെ ഭാര്യയോട് എല്ലാ ശനിയാഴ്ചയും രാത്രി ഞായറാഴ്ചത്തെ പ്രസംഗത്തിന്റെ പോയിന്റെങ്കിലും ഒന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വല്ലതും മനസ്സിലാകുമോ എന്ന് അറിയണമല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്നുള്ളത് ഞാനൊന്ന് ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പൗലോസ് താൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തെ എന്ത് ചെയ്തു? യെരുശലേമിലെ പ്രമാണികളോട് വിവരിച്ചു. ഇവിടെ പൗലോസിന്റെ കൂടെ പോയ 2 പേരെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ടേ അടുത്ത വാക്യത്തിലേക്ക് പോകാൻ പറ്റും. എന്താ കമന്റ്? ബർണബാസ് ഒരു യഹൂദ പശ്ചാത്തലമുള്ള ക്രിസ്ത്യാനിയാണ്. തീത്തോസ് ഒരു ജാതീയ പാരമ്പര്യമുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. എന്താ ഇതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചാൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ പോയ 2 പേരിൽ തീത്തോസ് എന്ന് പറയുന്നയാള് ജാതീയ പശ്ചാത്തലമുള്ള ആളായിരുന്നു. ഇവിടെ പൗലോസ് ഈ ഇത് പ്രസംഗിച്ചപ്പോ ആരാ അവിടെ ഈ വിശേഷാൽ പ്രമാണികളോട് എന്ന് പറഞ്ഞിരിക്കുന്നത്? ആരാ ഈ വിശേഷാൽ പ്രമാണികൾ? 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കിയോ, 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? 9-ാം വാക്യം. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫാവ്, യോഹന്നാൻ, ഈ 3 പേര് അവിടെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ യാക്കോബ് എന്ന് പറയുന്നത് ഏത് യാക്കോബ? യേശുവിന്റെ സഹോദരനായ യാക്കോബാണെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ പൗലോസ് തന്റെ പ്രസംഗത്തെ വേരിഫൈ ചെയ്ത 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ഡ്രിഫ്റ്റിംഗ് നമ്മുടെ പ്രസംഗത്തിൽ വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും വേറൊരു സുവിശേഷത്തിന്റെ എലമെന്റ്സ് കയറി വരുന്നുണ്ടോ എന്നുള്ളത് പൗലോസിനെ പോലെ നമ്മളും വെരിഫൈ ചെയ്യാനായിട്ട് ഇടയായിത്തീരണം. ഒന്ന്, പ്രസന്റേഷൻ. തൻ്റെ സുവിശേഷം പ്രമാണികളോട് വിവരിച്ചു. 2-ാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് കേസാണ്, ഒരു സാമ്പിളിംഗ് ആണ് കേട്ടോ. എന്താ സാമ്പിളിംഗ്? 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനൻ എങ്കിലും എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പശ്ചാത്തലമുള്ള യഹൂദ പാരമ്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എങ്കിലും പരിച്ഛേദന ഏൽക്കാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. ഞാൻ ഈ യെരുശലേമിലേക്ക് പോയപ്പോൾ ഞാനും ബർന്നബാസും മാത്രം പോയായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം അവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷെ തീത്തോസ് എന്ന് പേരുള്ള ഒരു യവനൻ, യഹൂദ പാരമ്പര്യമില്ല, ക്രിസ്തീയ പാരമ്പര്യം ഇല്ലാത്ത ഒരാൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെ ഒരുവനെയും കൊണ്ട് യെരുശലേമിലേക്ക് പോയി.
യെരുശലേമിൽ ചെന്നു. പൗലോസ് ഇതൊക്കെ വിവരിച്ചു പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കാര്യം പൗലോസ് കമന്റ് ചെയ്യുകയാണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള തീത്തോസിനോട് പരിച്ഛേദന ഏൽക്കണമെന്ന് ഈ തൂണുകളായി എണ്ണപ്പെട്ടിരുന്നവരാരും പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? ജാതികളിൽ നിന്നൊരു വ്യക്തി സുവിശേഷം വിശ്വസിച്ച് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു വന്നാൽ ആ വ്യക്തി പരിച്ഛേദന ഏൽക്കണ്ട എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റാണ്, ഒരു സാമ്പിളിംഗ് ആണ് എന്ത് ചെയ്തത് ഇവിടെ ലഭിക്കാനായിട്ട്. താൻ പ്രസംഗിച്ച സുവിശേഷത്തെ അതിൻ്റെ ഒരു സാമ്പിള്, ലൈവ് എക്സാമ്പിൾ അല്ലേ, അവിടെ പൗലോസ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. അവര് തീത്തോസിനോട് പരിച്ഛേദന ഏൽക്കാൻ പറയാതിരുന്നത് തന്നെ താൻ പ്രസംഗിച്ച സുവിശേഷം കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇവിടെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇത് പറയാനൊരു കോണ്ടെക്സ്റ്റ് പൗലോസ് പറയുകയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് പറയാം. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർഡർ മലയാളത്തിൽ അത് മനസ്സിലാകുന്നില്ല. അതോ ഇതെന്താ ഈ പെട്ടെന്ന് തീത്തോസിനോട് പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞില്ല എന്നുള്ളത് പെട്ടെന്ന് കയറി ഇടയ്ക്ക് എഴുതിയത്? അതിന്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. അതോ നുഴഞ്ഞു വന്ന കള്ളയ സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അതിൻ്റെ ഒരു കാരണം അവിടെ പറയുകയാണ്. ഇവിടെ ഒരു യഹൂദ പാരമ്പര്യമുള്ള വിശ്വാസികളെയാണ് ഇവിടെ മെൻഷൻ ചെയ്യപ്പെട്ടത്, യഹൂദ ക്രിസ്ത്യാനികൾ. പക്ഷെ എല്ലാ യഹൂദ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് ഈ പരിച്ഛേദനക്കാർ എന്ന് പൗലോസ് വിളിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഒരു യവനൻ, ഒരു ജാതീയ പശ്ചാത്തലമുള്ള ഒരാള് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ യഹൂദ മതത്തിൽ കൂടെ കയറി വേണം ക്രിസ്ത്യാനിയാകാൻ. കാരണം ഈ 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളെല്ലാം ആരാണ്? യഹൂദന്മാരാ. യഹൂദന്മാര് ക്രിസ്ത്യാനികളായി. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു, ഒരു ജാതീയൻ ക്രിസ്ത്യാനി ആകണമെങ്കിൽ എങ്ങനെ കയറി വന്നം? വളഞ്ഞു വന്നം. ആദ്യം നീ പോയൊരു യഹൂദനാക്, എന്നിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നീ ആദ്യം പോയി പരിച്ഛേദനയേക്ക്. ഞങ്ങളൊക്കെ പരിച്ഛേദനയേറ്റവരാ, ഞങ്ങളെപ്പോലെ നീയും പരിച്ഛേദനയേക്ക്, എന്നിട്ട് വന്ന് നീ എന്ത് ചെയ്യേ? വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനൊരു പഠിപ്പിക്കലാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പ്രശ്നം അവിടെ അപ്പോസ്തലൻ കാണിച്ചു തരുന്നുണ്ട്. എന്താ പ്രശ്നം? അവിടെ പറയുകയാണ്, നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്. ഈ ഒരു ടീച്ചിങ്, ഈ ഒരു പഠിപ്പിക്കൽ ഉണ്ടാക്കുന്ന ഒരു അപകടം എന്താ? അപകടം ഇത് നമ്മെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അടിമത്വത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് പ്രശ്നം. കാരണം എന്താണ്? അത് പൗലോസ് പിന്നീട് അതിന്റെ പുറകിലുള്ള തിയോളജി അടുത്ത 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ വിവരിക്കുന്നുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാനുഷിക നിയമങ്ങൾ സുവിശേഷത്തോട് കൂട്ടിച്ചേർത്താൽ അത് നമ്മെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? അതൊരു അടിമത്വത്തിലേക്കാണ്. നമ്മൾ ഇത് ഒരിക്കലും മറക്കരുത്. നമുക്ക് ചിലപ്പോൾ തോന്നും, അതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ, പരിച്ഛേദന ഏൽക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ശബത്ത് ആചരിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പെരുന്നാള്, വാവ് ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ അതും കൂടെ ഇതിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അതുണ്ടാക്കുന്ന അപകടമാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി കളയും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമ്മൾ ആരുമായി പോവും? അടിമത്വത്തിലേക്ക് ആയിപ്പോവുകയും ചെയ്യും. ഈ പൗലോസ് പ്രസംഗിക്കുന്നിടത്തൊക്കെ ഇവന്മാര് നുഴഞ്ഞു കയറി വരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അന്ത്യോക്യയിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇവരിത് കേൾക്കാൻ വന്നു. കാരണം പൗലോസിനെ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത് അടിമത്വത്തിലേക്കാണ്. ഇറ്റ് വിൽ റീപ്ലേസ് ഗ്രേസ് വിത്ത് വർക്ക്സ്. ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, കൃപയെ പ്രവർത്തികൾ കൊണ്ട് റീപ്ലേസ് ചെയ്യും. കൃപയാലാണ് രക്ഷ. പക്ഷേ പരിച്ഛേദന ഏൽക്കുന്നവർ പറയുന്നത് എന്നാ?
കൃപയാലല്ല, നിന്റെ പ്രവൃത്തിയാലാണ് രക്ഷ. പ്രിയപ്പെട്ടവരെ, കൃപയെ ലഘൂകരിക്കുന്ന, കൃപയെ തുച്ഛീകരിക്കുന്ന, കൃപയ്ക്ക് പകരം എന്ന് പറഞ്ഞ് മനുഷ്യന്റെ അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതോ മനുഷ്യന്റെ പരിശ്രമം കൊണ്ട് കിട്ടുന്നതോ എന്തും അത് സത്യസുവിശേഷമല്ല. എനിത്തിങ് വി ആഡ് ടു ദ ഗോസ്പൽ. എന്നതിലേക്ക് പിന്നീട് വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തീത്തോസ് ഒരു സാമ്പിളിങ്ങിലൂടെ തീത്തോസിനെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം 5-ാമത്തെ വാക്യമാണ്. 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന വളരെ ചലഞ്ചിങ് ആയ ഒരു വാക്യമാണ്. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. 1 മണിക്കൂറത്തേക്ക് ഒരു ചെറിയ കോംപ്രമൈസിന് തയ്യാറാണോ? 1 മണിക്കൂറത്തേക്ക് ഒരു കോംപ്രമൈസിന് തയ്യാറാണോ? ആരും കാണൂല്ലെന്ന്, ആരും അറിയാൻ പോകുന്നില്ല. 1 മണിക്കൂർ അതും കൂടെ ഇരുന്നോട്ടെ എന്നൊന്നങ്ങ് പറഞ്ഞാ പോരെ, നമുക്ക് എന്നാ ഛേദം? പൗലോസ് പറയാണ് 1 മണിക്കൂർ പോലും, 1 നാഴിക പോലും വഴങ്ങി കൊടുക്കില്ല. എന്തിനു വേണ്ടിയാന്ന് അവിടെ പൗലോസ് പറഞ്ഞു? സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന്. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ ഞാൻ ചേർക്കുന്ന ഒരല്പം കോംപ്രമൈസ് ഉണ്ടല്ലോ, ഒരല്പം മായ ഉണ്ടല്ലോ, ഒരല്പം വെള്ളം ചേർത്താലുണ്ടല്ലോ, അവിടെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ അവർ സ്വീകരിച്ചത് പിന്നെ സുവിശേഷമല്ല, നിർമ്മല സുവിശേഷമല്ല, സുവിശേഷം പ്ലസ് സംതിങ് ആണ് നമ്മൾ പ്രസംഗിച്ചത്. അതെന്തല്ല? സുവിശേഷമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടത്. പ്യൂരിറ്റി ഓഫ് ദ ഗോസ്പൽ. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സുവിശേഷം പറയുന്നവരും സുവിശേഷം പ്രസംഗിക്കുന്നവരും ബൈബിള് കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ ഇടയ്ക്കൊന്ന് കണ്ണടച്ചാലോ? ചില ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു മീനുണ്ട്, മുഴുവൻ-ഞീൽ. ഇവിടെ എന്നെ അങ്ങനെയാണോ പറയുന്നത്? മുഴുവൻ-ഞീൽ എന്നാ പറയുന്നത്. ശരിക്കും തെളിച്ചു പറഞ്ഞ അങ്ങനെ മുഴുവൻ-ഞീൽ. തലയും പാലും 2 രീതിയിലാണ്. മീനും പാമ്പും പോലെ തോന്നും. അതിനിവിടെ എന്താ പറയുന്നത്? മനഞ്ചീൽ. ഓക്കെ മനഞ്ചീൽ. ചെറിയൊരു ലോപം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഒരു വശത്ത് കാണുമ്പോൾ മീനാന്ന് തോന്നും, മറുവശം കണ്ട പാമ്പാന്ന്. ചിലരങ്ങനെ സുവിശേഷത്തിൽ എന്ത് ചെയ്യും? അവരുടെ കൂടെ കൂടുമ്പോൾ ആ കൂടി അങ്ങ് കൂടും. ഇപ്പുറത്ത് വരുമ്പോൾ ഈ കൂടി അങ്ങ് കൂടും. അപകടം എന്താ? അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. അടുത്ത തലമുറയിൽ ഈ സത്യസുവിശേഷം എത്തില്ല. ഇതാണ് അപകടം. നമുക്ക് കാര്യം അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി. പക്ഷെ അടുത്ത തലമുറയുണ്ടല്ലോ, സത്യം അറിയാതെ പോകും. ഇതൊരു വലിയ അപകടമാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി. അതുകൊണ്ട് ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനമുണ്ട്. ഐ വിൽ സ്റ്റാൻഡ് ഫേം ഫോർ ദ ട്രൂ ഗോസ്പൽ. സത്യസുവിശേഷത്തിനായി ഞാൻ ഉറച്ചു നിൽക്കും. ഈ പിതാക്കന്മാര് പാടിയൊരു പാട്ടുണ്ടല്ലോ, പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടിയിടണം. ഈ സത്യസുവിശേഷം പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ജീവൻ പണയം വെക്കേണ്ടി വന്നാലും ഞാൻ തയ്യാറാണ്. 1 മണിക്കൂർ, ഒരു ദിവസം, ഒരു ചെറിയ കോംപ്രമൈസ്, നോ, ഞാൻ തയ്യാറല്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനമായി മാറട്ടെ. അപ്പോൾ 1-ാമത്തെ സ്റ്റെപ്പ് പ്രസന്റേഷൻ, 2-ാമത്തെ സ്റ്റെപ്പ് സാമ്പിളിംഗ്, 3-ാമത്തെ സ്റ്റെപ്പ്, സമയം പോയി, വേഗത്തിൽ മുന്നോട്ട് പോവാം. 3-ാമത്തെ സ്റ്റെപ്പ് കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം. ആദ്യം സുവിശേഷം അവതരിപ്പിച്ചു, 2 ഒരു സാമ്പിൾ എടുത്തു, 3 എന്താണ്? ഒരു കൺഫർമേഷനാണ്. എന്താ ഈ കൺഫർമേഷൻ? ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ എനിക്ക് മലയാളം വായിച്ചാൽ അത് നമുക്കതിൻ്റെ ഒരു ടോൺ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കുറേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നോക്കിയിട്ടാണ് പറയുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ നമുക്ക് തോന്നും, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല,
ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല, പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടുമില്ല. അങ്ങനെയല്ലേ തോന്നുക? അങ്ങനെ ഞാൻ വായിച്ച് ശരിയായോന്ന് എനിക്കറിയാൻ മേല. പക്ഷെ എൻ്റെ വിചാരം ഒരു സുഖമില്ലാത്ത ഒരു ടോണില അത് എഴുതി, മലയാളത്തിൽ എഴുതി വെച്ചിരിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ, ആസ് ഫോർ ദോസ് ഹു വെർ ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം whatever they were makes no difference to me. God does not show favoritism. They added nothing to my message. പൗലോസ് ഇവിടെ ഊന്നൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? They added nothing to my message. ഞാൻ പ്രസംഗിക്കുന്ന, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞില്ല ഒരു വരിയും കൂടെ ചേർക്കണം കേട്ടോ. അവർ പറഞ്ഞില്ല ഒരു വരി കുറയ്ക്കണം, അവർ പറഞ്ഞില്ല ഇതിന് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്താൽ കൊള്ളായിരുന്നു, അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു ഒന്ന് കൂട്ടിച്ചേർക്കാനും ഇല്ല. ഇവിടെ മലയാളത്തിൽ വായിക്കുന്നത് എന്താ? പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം വായിച്ചത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് എൻ്റെ സന്ദേശത്തോട് ഒന്നും അവര് എന്ത് ചെയ്തില്ല, കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതകരമായ ഒരു കാര്യമല്ലേ? ഒരേ യൂണിവേഴ്സിറ്റി പഠിച്ചവര് ഒരേ കാര്യം പറയുന്ന നമുക്കറിയാം. എന്നോട് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന KG മാത്യു അച്ഛൻ എന്നോട് ഒരു ദിവസം, ഞാനും എൻ്റെ കൂടെ ഈ ഓർഡിനേഷൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത വേറൊരു സഹോദരനുണ്ട്. അപ്പം ഞങ്ങളെ KG മാത്യു അച്ഛൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നയാൾ. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഒരേ ബൈബിൾ കോളേജിലാണ് പഠിച്ചതെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ തിയോളജി രണ്ടാണല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ തിയോളജി ഫോം ചെയ്ത് ബൈബിൾ കോളേജിൽ നിന്നല്ലെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തിയോളജി ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും ഫോം ചെയ്യപ്പെട്ടത്. എൻ്റെ തിയോളജി ഫോം ചെയ്തത് ബൈബിൾ കോളേജിൽ നിന്നല്ല, ഞാൻ എൻ്റെ ഒരു പഠനത്തിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ഒരേ ബൈബിൾ കോളേജിൽ നിന്ന് വരുമ്പോൾ ഒരുപോലെ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരേ ബൈബിൾ കോളേജിൽ പഠിച്ചവരല്ല. ഒരാള് യേശുവിൻ്റെ കൂടെ നടന്ന് 3.5 വർഷം നടന്ന് പഠിച്ചയാള്, ഒരാള് ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ യേശുവിന്റെ ജഡാവതാര കാലത്ത് യേശുവിനെ കണ്ടിട്ടില്ലാത്തയാള്, പക്ഷെ അതേ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു അത്ഭുതമാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ഒരു ധിക്കാരമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പൗലോസ് അവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ദൈവിക വെളിപ്പാടിനെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരെ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല എന്നൊക്കെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ഭാഷയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ വരേണ്ടിയിരുന്നത് അവരല്ല എൻ്റെ സുവിശേഷത്തിന് അടിവര ഇടേണ്ടത്, അവരല്ല എൻ്റെ സുവിശേഷത്തിന് മാർക്ക് ഇടേണ്ടത് എന്നുള്ളൊരു ആശയമാണ്. അത് ദൈവമാണ്. പക്ഷേ എന്ത് ചെയ്തു? അവരൊന്നും എൻ്റെ സുവിശേഷത്തോട് കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുള്ളത് വേറൊരു രീതിയിൽ ഞാനതിനെ മറ്റൊരു ഭാഷയിൽ പറയുകയാണ്. ഹി അണ്ടർസ്കോർസ് ദാറ്റ് സ്പിരിച്വൽ അതോറിറ്റി കംസ് ഫ്രം ഗോഡ്. ആത്മീക അധികാരം പത്രോസിൽ നിന്നല്ല വരുന്നത്. ആത്മീക അധികാരം യാക്കോബിന്നോ യോഹന്നാനിന്നോ പൗലോസിന്നോ അല്ല വരുന്നത്. അതെവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവര് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബയോഗങ്ങളൊക്കെ ഒത്തിരി നടക്കുന്ന കാലഘട്ടം, ഏത് കുടുംബയോഗത്തിനും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സുവനീർ ഇറക്കും. നിങ്ങളൊക്കെ അങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണേ. ഈ സുവനീർ ഇറക്കി കഴിയുമ്പോൾ അതിനകത്ത് പാരമ്പര്യം പറഞ്ഞു തന്ന അവസാനം തോമസിൽ ചെന്ന് എങ്ങനെയും മുട്ടിക്കും. എങ്ങനെയും അതെന്ത് ചെയ്യും? കാരണം എങ്കിലും നമ്മൾ പറയണേനൊരു എന്ത് വരുള്ളൂ, ഒരു അതോറിറ്റി വരുള്ളൂ. പക്ഷെ പൗലോസ് അങ്ങനല്ല ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. പൗലോസ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് താൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ആധികാരികത അത് പത്രോസ് പറയുന്നതുകൊണ്ടല്ല. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, അവരും പറഞ്ഞു ഇത് തന്നെയാണ് ഞങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടിയത്. ഇതാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാനായിട്ട് ശ്രമിച്ചത്. ഞാൻ പറയട്ടെ, ക്രൈസ്റ്റ് പ്ലസ് നത്തിങ് ഈസ് എവരിത്തിങ്. ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്തത് പ്ലസ് നത്തിങ് എന്താണ്? എവരിത്തിങ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിന്റെ കൂടെ അവൻ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ കൂടെ നമ്മുടേതായി ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല.
അത് പരിച്ഛേദനയായാലും ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും സൽപ്രവർത്തികളായാലും, നത്തിങ് ഈസ് എവറിത്തിങ്. അതുകൊണ്ട് ഇന്ന് നമുക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലേ? നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോഴല്ല, പണ്ടൊക്കെ, ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പം എല്ലാം കാറ്ററിംഗുകാരെല്ലാം ചെയ്തോളൂ. എൻ്റെയൊക്കെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് കല്യാണത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് എന്ത് ചെയ്യുകയാണ്, എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിന് അരിയലായിട്ടൊക്കെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുക, തേങ്ങ ചിരണ്ടുവോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ എന്നും കൂട്ടാണ്ട് വെക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രയാസമുണ്ടല്ലോ. അപ്പം നമ്മൾ ചെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അപ്പോൾ ആയിരിക്കും പ്രായമുള്ള നാളെ വിളമ്പാനുള്ള ഇലയൊന്ന് തുടച്ചു വെക്കുക. അപ്പം നമുക്ക് സന്തോഷമായി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ഇതിനകത്തൊരു തൃപ്തി നമുക്കുണ്ട്. രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ തൃപ്തി കണ്ടെത്താൻ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, നമുക്ക് ഇല തുടയ്ക്കാനും ഇല്ല, തേങ്ങ ചിരകാനും ഇല്ല, ബീഫ് കൊത്തി തുറുക്കാനും ഇല്ല, ഒന്നുമില്ല. ചെയ്യേണ്ടതെല്ലാം ആര് ചെയ്തിട്ടുണ്ട്? കാറ്ററിംഗുകാർ കൊണ്ടുവരുന്ന സാധനം എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഇന്ന് ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത് കൃപയാൽ സ്തോത്രം പറഞ്ഞ് വിശ്വസിച്ചാൽ മതി. നത്തിങ് ഫ്രം അവർ സൈഡ്. അവരൊന്നും കൂട്ടിച്ചേർത്തില്ല എന്നുള്ളത് പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ആധികാരികതയ്ക്ക് അടിവരയിടുകയാണ്. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. എന്താണ് 4ാമത്തെ സ്റ്റെപ്പ്? എങ്ങനെയാ പൗലോസ് 4ാമത്തെ സ്റ്റെപ്പ് വെരിഫൈ ചെയ്തെന്നറിയാമോ? 4ാമത്തെ സ്റ്റെപ്പിൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താണ്? അവിടെ നമ്മൾ കാണുന്നു അഫർമേഷൻ. അവരൊന്നും കൂട്ടിച്ചേർത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തിയാൽ പിന്നെ ഒരു അപൂർണതയുണ്ടല്ലേ അവിടെ, ഇല്ലേ? അവര് പിന്നെ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അവര് വായിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം, ഇവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് തോന്നി എന്ന് വേണമെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം. ഇവരോടൊന്നും പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും പറയാതെ വിട്ടതാ. നമ്മളോടൊക്കെ പലരും ഒന്നും പറയാത്ത അതുകൊണ്ടാണല്ലോ, ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ ഇവിടെ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല പൗലോസ് പറഞ്ഞത്, ഒരു അഫർമേഷൻ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അവർ ചെയ്തു. എന്താ? 7 മുതലുള്ള വാക്യം. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ഒരു ഷെയ്ക്ക് ഹാൻഡ് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിച്ചത്. കൂട്ടായ്മയുടെ വലങ്കൈ. ഞങ്ങൾക്കൊന്നും ഇനി പറയാനില്ലെന്ന് പറഞ്ഞ് വിടുക മാത്രമല്ല ചെയ്തത്, എഴുന്നേറ്റ് പൗലോസിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ പത്രോസും യാക്കോബും യോഹന്നാനും എഴുന്നേറ്റ് വെച്ച് പൗലോസിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യമുള്ളവരുടെ ഇടയിൽ ഞങ്ങൾ സുവിശേഷം പറയാം. ദൈവം നിന്നെ വിളിച്ചത് എവിടെ പ്രസംഗിക്കാനാണ്? ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാനാണ്. നീ അത് ധൈര്യമായിട്ട് ചെയ്തോ, ഞങ്ങൾ ഇവിടെ നിന്റെ പുറകിലുണ്ട്. ഷെയ്ക്ക് കൊടുത്തില്ല. 4th സ്റ്റെപ്പ് അതാണ്. ഈ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം തലകുലുക്കി സമ്മതിക്കുക മാത്രമല്ല, കൂട്ടായ്മയുടെ വലങ്കൈ. ആ വാക്ക് ഭയങ്കര മനോഹരമായൊരു വാക്കാണ് അല്ലേ? ഇങ്ങനെ വലിയ ഘനഗാംഭീര്യം എന്ന് പറയുന്നതിനേക്കാൾ ആ വാക്കിൻ്റെ ഒരു മനോഹാരിത. കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. കൊടുകൈ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒരു നല്ല കാര്യം കേട്ട് കഴിയും. പൗലോസ് ഇവിടെ ആ പത്രോസും പൗലോസും ആ കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഇത് നമ്മളോട് പറയുന്നത്? ദിസ് അഫേം ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് ഡെസ്പൈറ്റ് ഡൈവേഴ്സ് മിഷൻസ്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാണ്, പക്ഷെ പ്രസംഗിക്കുന്ന സുവിശേഷം
ഒരേ ഒരു സുവിശേഷം. നമുക്കൊക്കെയുള്ളൊരു കുഴപ്പം എന്നാണെന്നറിയാവോ? നമ്മൾ പ്രസംഗിക്കുന്ന നമ്മുടെ രീതി വേണം എല്ലാവരും ഫോളോ ചെയ്യാൻ, അല്ലേ? അങ്ങനെയല്ലേ? നമ്മളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ അങ്ങ് വിരോധിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാരും അത് ചെയ്തിട്ടുണ്ട്. അവനെ ഞങ്ങളുടെ കൂടെ വിളിച്ചു, അവൻ വന്നില്ല, ഞങ്ങൾ അവനെ വിരോധിച്ചു. നോ, ഡൈവേഴ്സ് മിഷൻസ് ഉണ്ട്. ചില ആളുകളെ ബീഹാറിൽ പ്രസംഗിക്കാനായിരിക്കും വിളിച്ചത്, ചില ആളുകളെ കോട്ടയത്ത് പ്രസംഗിക്കാനായിരിക്കും വിളിച്ചത്. അപ്പൊ നമ്മൾ ചില ആളുകൾ നോക്കി ചോദിക്കും, ഇവനൊക്കെ ഇവിടെ പ്രസംഗിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങ് ബീഹാറിൽ പോ. അപ്പോൾ ദൈവം എന്നെ വിളിച്ചത് എവിടാണോ ഞാൻ അവിടെയാ. ഇത് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. ചില ആളുകൾ പറയും, അങ്ങനല്ല, എന്നാലും എന്തോ ഉണ്ട്. കാര്യം എന്നാ? ജഡമാ അവിടെ ചിന്തിക്കും. ജഡീകന്മാരെ പോലെ ചിന്തിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നൊരു പ്രശ്നമാണ്. ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: യൂണിറ്റി ഇൻ ദ ഗോസ്പൽ ഡസ് നോട്ട് റിക്വയർ യൂണിഫോമിറ്റി ഇൻ കോളിംഗ്. ഒരു സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിലും അത് പല രീതിയിൽ പ്രസംഗിക്കാം, പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാം, പല തരത്തിൽപ്പെട്ട ആളുകളോട് പ്രസംഗിക്കാം. നമ്മൾ വിചാരിക്കരുത് നമ്മളെല്ലാവരും ഒരേപോലെ പോകാവൂ. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്, വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്, വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ പ്രസംഗിക്കുന്ന ഏതാണ്? ഒരൊറ്റ സുവിശേഷമാണ്. നമ്മൾ തമ്മിൽ ഡിസഗ്രി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. നമ്മളെല്ലാവരും വ്യത്യസ്തമായ നിലയിൽ ഒരേ സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഗോഡ് യൂസസ് ഡിഫറെന്റ് പീപ്പിൾ ഇൻ ഡിഫറെന്റ് വേയ്സ്. നമുക്കറിയാം, ഈ പൗലോസും ബർന്നബാസും വലിയ കൂട്ടുകാരായിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം പകുതി കഴിയുമ്പോൾ പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് എന്ത് ചെയ്തു? രണ്ടു വഴി പോയി. സുവിശേഷം അതോടെ തീർന്നോ? തീർന്നില്ല. അതുവരെ ഒരു വഴിയിൽ പ്രസംഗിച്ച സുവിശേഷം ഇപ്പൊ രണ്ട് വഴിയിലും എന്ത് ചെയ്യുകയാണ്? അതിന്റെ അർത്ഥം എല്ലാവരോടും വഴക്കുണ്ടായി പിരിയണമെന്നല്ല കാര്യം പറഞ്ഞതിന്റെ അർത്ഥം. ആരും അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് പോയേക്കരുത്. അവിടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ രണ്ട് രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ നമ്മൾ വ്യത്യസ്തമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരാണെന്നുള്ളത് ഞാനും നിങ്ങളും ഒരിക്കലും മറക്കരുത്. അവസാനം ഒറ്റ വാക്യം കൂടെ, 10-ാമത്തെ വാക്യം, റിമെമ്പർ ദ പുവർ. ഇത് പറഞ്ഞു വന്നിട്ട് പൗലോസ് ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഓർമ്മിപ്പിച്ച ഒരു കാര്യം പറഞ്ഞാണ് ഇത് അവസാനിപ്പിച്ചത്. സുവിശേഷത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാനൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ദരിദ്രരെ ഓർക്കണം. 10-ാം വാക്യം, ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ഇത് ഈ മീറ്റിംഗിൽ പത്രോസിനും യാക്കോബിനും യോഹന്നാനും പൗലോസിനും ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. ഏതാണ്? ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞാൻ ഈ ഭാഗത്ത് ഒരു 2-3 മിനിറ്റ് എടുക്കുകയാണ്. കാര്യം ഒറ്റ ചെറിയൊരു വാക്യമാണേലും ഈ സുവിശേഷ വിഹിതം അല്ലെങ്കിൽ ഒരു ഇച്ചിരി ആത്മീയ ഉണർവൊക്കെ കിട്ടിയ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നൊരു വാക്യമായതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് നിൽക്കുക. ഈ പ്രവൃത്തിയാൽ രക്ഷാന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ദരിദ്രരെ സഹായിക്കും, അല്ലേ? കാരണം അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കണം, രോഗികളെ ശുശ്രൂഷിക്കണം, ജയിലിൽ കിടക്കുന്നവരെ പോയി കാണണം, വസ്ത്രം കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്? ഇതൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾക്കറിയാം രക്ഷിക്കപ്പെടാൻ ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ ആതുര സേവന രംഗത്ത് ഏറ്റവും പുറകിൽ നമ്മളാണ്. കാരണം എന്താ? രക്ഷിക്കപ്പെടാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യം നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചത്. ഇതൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ മറക്കരുത്. എന്താ? ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന്. ഇവിടെ നിന്ന് ഞാൻ 2-3 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാം. ഒന്ന്, എമിനൻസ് ഓഫ് അവർ ഓബ്ലിഗേഷൻ ടു ദ പുവർ. ഞാൻ അവിടെ ആ മാത്രം എന്നുള്ള വാക്ക് ഒന്ന് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
ഇനി ഈ സുവിശേഷം വിഹിത വിശ്വാസികളായ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ എമിനൻസ് ഓഫ് അവർ ഓബ്ലിഗേഷൻ, നമ്മുടെ കടപ്പാടുകളിൽ ഏറ്റവും വലിയൊരു കടപ്പാടാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വേറെ ഒന്നുമില്ലെങ്കിലും, വേറെ ഒന്നും ചെയ്തില്ലേലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദരിദ്രരെ ഓർത്തുകൊള്ളണം. എമിനന്റ് ആയിട്ടുള്ളൊരു ഓബ്ലിഗേഷനാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ ധനവാനും ദരിദ്രനുമായ മനുഷ്യൻ പള്ളി വന്നാൽ നമ്മൾ ആരോട് മിണ്ടും പോയി? പൗലോസ് പറയുന്നൊരു കാര്യം ഇതാണ്: അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ഈ ദരിദ്രരെ സഹായിക്കുക എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു ഉത്സാഹം, പാസീവാകാം. നമ്മൾ പാസീവാ ദരിദ്രരെ സഹായിക്കുന്നത്. എങ്ങനെ? വഴിയെ പോകുമ്പോൾ ഒരു ദരിദ്രനെ കണ്ടു, എന്തേലും കൊടുത്തു. ഇതൊരു പാസീവാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരു ദരിദ്രനെ കണ്ടു, നമ്മുടെ പേഴ്സ് തുറന്ന് ഏറ്റവും ചെറിയ 10 നോട്ട് എടുത്തു കൊടുത്തു. നമുക്ക് പ്രത്യേകിച്ചൊന്നും അത് ചെയ്യാൻ വല്ല ഉത്സാഹവും വേണം? നമ്മൾ ഒരു ഉത്സാഹം എടുത്തില്ല. ട്രാഫിക് സിഗ്നൽ, ഗ്രീൻ സിഗ്നലിൽ 10 പറഞ്ഞെങ്കിൽ 10 കൊടുക്കാണ്ട് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈ 10 കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്യാനാ, റെഡി നിൽക്കുമായിരുന്നു, അതുകൊണ്ട് 10 കൊടുത്തു. അപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു എഫേർട്ടില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എഫേർട്ട് ഇടുന്നുണ്ട്, ഒരു ഉത്സാഹം എൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുവിശേഷവും ദരിദ്രരെ കരുതുന്നതും തമ്മിൽ ഇങ്ങനെ ഇന്റർട്വിൻഡ് ആണ്, അല്ലെങ്കിൽ എൻഡ്യൂഡ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷിൽ. ഗോസ്പൽ ആൻഡ് ചാരിറ്റി, ഇതിനെ തമ്മിൽ വേർതിരിക്കാൻ പറ്റൂ? ചാരിറ്റി ചെയ്ത് ആരും രക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ നാം സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ദരിദ്രരെ ഓർത്തുകൊള്ളണം. ഗോസ്പൽ കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ചാരിറ്റി. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം നമുക്കെല്ലാം അറിയാം, അല്ലേ? അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുക. എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്തിരിക്കും? ദരിദ്രനെ ഓർത്തിരിക്കും. ശരിയായ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നീ ദരിദ്രനെ കാണുമ്പോൾ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കുന്നത്, കണ്ടില്ലാത്ത പോലെ പോകുന്നത്, പെട്ടെന്ന് ഫോണിലേക്ക് നോക്കുന്നത്, കണ്ണടച്ചുറങ്ങുന്നത്. ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. 4, എൻകറേജ് അതേഴ്സ് ടു കെയർ ദ പുവർ. ഇവിടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 3 പേരും ഈ ദരിദ്രരെ ഓർക്കണമെന്നുള്ള കാര്യത്തിൽ പൗലോസിനെ ഉത്സാഹിപ്പിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കണം. നമ്മൾ ദരിദ്രരെ ഓർക്കുക മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും വേണം. നമ്മളും ഉത്സാഹം കാണിക്കണം, നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ 3 ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നേച്ച് ഞാൻ വിടാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം, അതിനെ ഗാർഡ് ഇറ്റ് എഗൻസ്റ്റ് ലീഗലിസം ആൻഡ് ഡിസ്റ്റോർഷൻ. സുവിശേഷത്തെ അതിൻ്റെ നിർമ്മലതയോടെ സൂക്ഷിക്കണം. ക്രൈസ്റ്റ് പ്ലസ് നത്തിങ് ഈസ് ഈക്വൽ ടു എവറിത്തിങ്. സുവിശേഷത്തോടൊന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമ്മൾ നിയമവാദത്തിലേക്ക് പോകും, അടിമത്വത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. 2, ലെറ്റ് us proclaim it with clarity and courage. ധൈര്യത്തോടെ പ്രസംഗിക്കണം, ഒരു നാഴിക പോലും വിട്ടുകൊടുക്കാതെ, കോംപ്രമൈസ് ഇല്ലേ അതെ, എന്ത് ചെയ്യണം? ധൈര്യത്തോടെ പ്രസംഗിക്കണം. 3, let us live it out in love and fellowship. ഇത് പ്രസംഗിച്ചാൽ മാത്രം പോരാ, ജീവിച്ച് കാണിക്കണം. ദരിദ്രരെ ഓർക്കണം, കൂട്ടായ്മയുടെ വലം കൈ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ 3 കാര്യങ്ങൾ, 1, ഞാൻ സുവിശേഷത്തോട് ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കില്ല, ഒരു വാക്ക് പോലും വെട്ടിക്കളയില്ല,
ഒരു കോംപ്രമൈസ് ചെയ്യില്ല. ധൈര്യത്തോടെ ഐ വിൽ പ്രീച്ച് ദിസ് ട്രൂ ഗോസ്പൽ, സത്യ സുവിശേഷം ഞാൻ പ്രസംഗിക്കും. മാത്രമല്ല, ഞാൻ ഈ സത്യ സുവിശേഷം ജീവിക്കും. ഐ വിൽ ലിവ് ഇറ്റ് ഔട്ട്. ഞാൻ ആ സുവിശേഷത്തിൽ ജീവിച്ച് കാണിക്കും. ചില ആളുകൾ വിചാരിക്കുന്നത് പ്രസംഗിക്കേണ്ട, ജീവിച്ചാൽ മതിയെന്നാണ്. ചിലർ വിചാരിക്കുന്നത് ജീവിക്കേണ്ട, പ്രസംഗിച്ചാൽ മതിയെന്നാണ്. പക്ഷെ ഇത് രണ്ടുമല്ല. പ്രസംഗിക്കുകയും വേണം, ജീവിക്കുകയും വേണം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ദൈവവചനം നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു പ്രകാശനം ലഭിച്ചെങ്കിൽ അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവവചനം പൗലോസ് അപ്പോസ്തലൻ നമ്മളെ എവിടെയെങ്കിലും ചലഞ്ച് ചെയ്തെങ്കിൽ അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. ഒരു നാഴിക പോലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും, ഒരു മില്ലി വെള്ളം പോലും സുവിശേഷത്തിൽ ചേർക്കില്ല, മായം ചേർക്കില്ല. ഒരു ഉറച്ച തീരുമാനത്തോടെ ഇന്ന് മടങ്ങിപ്പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ഫിലിപ്പോസ് സാറ് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ കൺക്ലൂഡ് ചെയ്യാം.